ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ യുകെയിൽ സൈബർ ആക്രമണം. മെഡിക്കൽ ഉപകരണ നിർമ്മാണ ഭീമൻ സ്ട്രൈക്കറിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാനെ പിന്തുണയ്ക്കുന്ന ഹാക്കർമാർ ഏറ്റെടുത്തു. 61 രാജ്യങ്ങളിലായി 56,000 ജീവനക്കാരുള്ള യുകെ കമ്പനിയാണ് സ്ട്രൈക്കർ. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, ഇപ്പോൾ യുകെ സ്ട്രൈക്കറിലുള്ള ആക്രമണ വിവരങ്ങളാണ്. അത് ഇറാന്റെ ആക്രമണമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഇറാൻ ഹാക്കർമാരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വിവരങ്ങൾ. മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു? ജിൽസി, കഴിഞ്ഞ ദിവസം ഇറാനിലെ വിവിധ ബാങ്കിംഗ് സ്ഥാപനങ്ങളും ടെക്നോളജി സ്ഥാപനങ്ങളിലും ഇസ്രായേലിന്റെയും യുഎസിന്റെയും സംയുക്തമായ ആക്രമണം നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നതാണ് തിരികെ കണ്ണിന് കണ്ണ് എന്ന പോളിസിയിൽ തന്നെ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരിൽ ഒരാളായ സ്ട്രൈക്കർ എന്നറിയപ്പെടുന്ന യുകെ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഹാക്കർമാർ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അതായത് ഇത് കാര്യമായും സ്ട്രൈക്കർ പ്രവർത്തിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ മെഡിക്കൽ ഡിവൈസുകളുടെ മേഖലയിലാണ്. എന്ന് വെച്ചാൽ വിവിധ ഹോസ്പിറ്റൽ ശൃംഖലകളിൽ, ഒപ്പം തന്നെ ആരോഗ്യ മേഖലാ സംവിധാനങ്ങളിൽ, സർക്കാർ സംവിധാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം വഴിയാണ് വിവിധ ആരോഗ്യ രംഗത്തെ ഡാറ്റകൾ സൂക്ഷിച്ചിരുന്നത്. ഇതിപ്പോൾ ഹാക്കർമാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 50 ടെറാബൈറ്റ്സ് ഡാറ്റ ഇപ്പോൾ ഈ ഹാക്കർമാരുടെ കൈവശമുണ്ട്. അതിപ്പോൾ പൊതുജനങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഹാക്കർമാർ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഹന്താല എന്നറിയപ്പെടുന്ന ഒരു ഹാക്കിംഗ് സംഘമാണ്. അവർ ഇറാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, അതായത് 170 പെൺകുഞ്ഞുങ്ങളെ സ്കൂളിൽ ബോംബിട്ട് കൊന്നതിന് പകരമായിട്ടാണ് തങ്ങൾ ഈ ഹാക്കിംഗ് നടത്തുന്നത് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വിൻഡോസ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന യുഎസിലടക്കം വലിയ തോതിൽ ശൃംഖലയുള്ള ആഗോളതലത്തിൽ തന്നെ ഏതാണ്ട് 57,000-ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഈ തരത്തിലാണ് ഇപ്പോൾ ടെക്നോളജി മേഖലയിലേക്ക് കൂടി ഈ ഒരു ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം എന്നോണം ഈ ഹാക്കർമാരുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യുകെയിലാണ് ഈ സൈബർ ആക്രമണം. ഇറാന്റെ ഭാഗത്തുള്ള ഹാക്കർമാരാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. അപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പശ്ചിമേഷ്യയിൽ ഒന്നടങ്കം ഈ ആക്രമണത്തിന്റെ 1-ാം ദിവസം എങ്ങനെയാണോ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്, അതേ രീതിയിൽ തന്നെ ഈ 13-ാം നാളിലും ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം.